നമസ്കാരം. ദേവസൈനിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 18ലേക്കും സ്വാഗതം. അല്പകാലം കൊണ്ട് രാമകേശവന്മാർ മുട്ടുകുത്തി നടന്നു തുടങ്ങി. അവർ കാൽമുട്ടുകൾ രണ്ടും വലിച്ചിഴച്ചുകൊണ്ട് ഗോമൂത്രത്തിലും ചാണകത്തിലും ചളിയിലുമെല്ലാം ഇഴഞ്ഞിഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. അപ്പോൾ കിങ്ങിണികളും വളകളും കാൽച്ചിലമ്പുകളും ശബ്ദിക്കും. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നുവെന്നറിയാതെ വീണ്ടും ഉത്സാഹത്തോടുകൂടി ഇഴഞ്ഞുപോകും. അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ വഴിപോക്കർ വാത്സല്യപൂർവ്വം നോക്കി നിൽക്കുമ്പോൾ സ്വജനങ്ങളാണെന്ന് കരുതി അവരുടെ അടുത്തു ചെല്ലും. അപ്പോൾ അന്യരാണെന്ന് മനസ്സിലാക്കിയിട്ട് മുഗ്ധരെ പോലെയും ഭീതരെ പോലെയും നടിച്ച് പിന്തിരിഞ്ഞോടി അമ്മമാരുടെ മടിയിൽ ചെന്ന് വീഴും. രണ്ടുപേരുടെയും ഉണ്ണിത്തിരുമേനിയെല്ലാം ചേറുപൂണ്ടിരിക്കും. അതെല്ലാം അമ്മമാരുടെ വെൺപട്ടിലാകും. എങ്കിലും അവർക്ക് അതെല്ലാം കണ്ണിന് ഉത്സവമാണ്. അവർ മക്കളെ വാരിയെടുത്ത് ആലിംഗനം ചെയ്ത് പാല് കൊടുക്കും. ഓടിത്തളർന്നു വിശന്ന പൊന്നുണ്ണികൾ ഉത്സാഹമായി പാൽ കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മമാരെ നോക്കി ഓമന പുഞ്ചിരി തൂകും. അപ്പോൾ അല്പാൽപ്പം മുളച്ചു വരുന്ന പല്ലുകൾ അമ്മമാർക്ക് കാണാറാകും. അവർ ഉണ്ണികളെ താലോലിച്ച് പ്രേമാനന്ദത്തിൽ ആറാടും. കുമാരന്മാർ നടന്നു തുടങ്ങി. അപ്പോഴേക്കും അവർ വ്രജരമണികളുടെ ചിത്തത്തെ സമ്പൂർണമായി കവർന്ന് അവരുടെ കണ്ണിലുണ്ണികളായി കഴിഞ്ഞിരുന്നു. അവർക്ക് ഗൃഹകൃത്യങ്ങളിൽ ഒട്ടും മനസ്സു നിൽക്കാതെയായി. അതെല്ലാം പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിച്ചിട്ട് എല്ലാവരും രാമകൃഷ്ണന്മാരുടെ ലീലകൾ കാണാൻ വന്നുകൂടും. കിങ്ങിണിയും വളയും പൊന്നരഞ്ഞാണവും കാൽച്ചിലമ്പും പുലി നഖമാലയും കുണ്ടലങ്ങളും അണിഞ്ഞുകൊണ്ട് അവർ കളിക്കുന്നത് താല്പര്യത്തോടു കൂടി നോക്കി നിൽക്കും. ഉണ്ണികൾ പശുക്കുട്ടികളുടെ വാലിൽ പിടിച്ചു തൂങ്ങും. പിന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അവ കുറേ ദൂരം അനുസരിക്കും. പിന്നീട് ഉണ്ണികളെ വലിച്ചിഴച്ചുകൊണ്ട് മുന്നോട്ട് പായും. കളിഭ്രാന്തുകൊണ്ട് അരക്ഷണം അടങ്ങിയിരിക്കുകയില്ല. ആടിക്കുഴഞ്ഞുകൊണ്ട് പശുക്കളെ സമീപിക്കും. അവ വാത്സല്യപൂർവ്വം ഉരുമ്മി നടക്കുവാൻ ഭാവിച്ച് തലകുനിക്കുന്ന തരം നോക്കി അവയുടെ കൊമ്പുകളിൽ പിടികൂടും. അവ തല ഉയർത്തുമ്പോൾ തങ്ങളും പൊങ്ങി തൂങ്ങിയാടും. ഉടനെ അമ്മമാർ വന്ന് പിടിച്ചു മാറ്റും. അടുത്ത ക്ഷണം നായ്ക്കളുടെ അടുക്കലേക്കായിരിക്കും ചെല്ലുക. അവ വാലാട്ടിക്കൊണ്ട് സ്നേഹപൂർവ്വം ശബ്ദിക്കുമ്പോൾ വായിൽ കൈയിട്ട് പരിശോധിക്കും. അവ ഒന്നും ചെയ്യുകയില്ല. എങ്കിലും അമ്മമാർക്ക് പേടിയാണ്. ഓടി വന്ന് എടുത്തു കൊണ്ടുപോകും. സർപ്പങ്ങളെ അവയുടെ മാളങ്ങളിൽ ചെന്ന് നിർഭയം വാലിൽ പിടിച്ചു വലിക്കാൻ നോക്കും. അമ്മമാർ ഭയസംഭ്രമത്തോടുകൂടി അരുതേ ഉണ്ണി എന്ന് നിലവിളി കൂട്ടും. രണ്ട് ഉണ്ണികളും കത്തുന്ന വിറകുകൊള്ളികൾ ഓരോന്ന് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങും. അമ്മമാർ എങ്ങനെ കണ്ടു നിൽക്കും? ഓടി വന്ന് പിടിച്ചു വാങ്ങി സമാധാനിപ്പിക്കും. രാമൻ ഒരു കത്തി കയ്യിലെടുക്കും. അപ്പോൾ തന്നെ കണ്ണനും അത് വേണം. ഓടിച്ചെന്ന് വായ്ത്തലയിൽ പിടിച്ചു വലിക്കും. ഓമനെ, അരുതേ, കൈമുറിയുമേ എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് മാതാവ് വന്ന് പിടിച്ചു മാറ്റും. അങ്ങനെയെല്ലാം അമ്മ തടസ്സപ്പെടുത്തുമ്പോൾ കണ്ണന് ദേഷ്യം വന്നിട്ട് വീടിനുള്ളിൽ കടന്ന് പാൽപാത്രം തട്ടിമറിക്കും. പാത്രങ്ങൾ തച്ചുടയ്ക്കും. അമ്മ വരുമ്പോഴേക്കും മറുവശത്തു കൂടി ഓട്ടം തുടങ്ങും. കുളത്തിന്റെ വക്കിൽ പോയി വെള്ളത്തിൽ കാണുന്ന തൻ്റെ പ്രതിബിംബം നോക്കി ചിരിക്കും, കളിക്കും, ഗോഷ്ഠികൾ കാട്ടും. അതിനോട് പടവെട്ടാനായി വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അമ്മ പരിഭ്രമിച്ചോടി വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകും. കിണറ്റുവക്കത്ത് നിന്നുകൊണ്ടുറക്കെ വിളിച്ച് പ്രതിശബ്ദം കേട്ട് രസിക്കും. ഭയചകിതരായ മാതാപിതാക്കൾ നിശബ്ദമായി പിറകിൽ കൂടി വന്ന് എടുത്തുകൊണ്ടു പോകും. പറക്കുന്ന പക്ഷികളെ പിടിക്കാൻ കൂടെ ഓടും. അവ വൃക്ഷത്തിൽ പോയിരുന്നാൽ അതിൽ പിടിച്ചു കയറും. അമ്മമാർ വരുന്നത് കണ്ടാൽ മുൾക്കാടുകളിൽ കൂടി ഓട്ടം പിടിക്കും. ഇങ്ങനെ ഇടവിടാതെ ഓരോ വികൃതികൾ കാട്ടിക്കൊണ്ടിരുന്ന പൊന്നുണ്ണികളെ രക്ഷിച്ചു കൊള്ളാൻ പിന്നാലെ നടക്കുകയല്ലാതെ മറ്റ് ഗൃഹകൃത്യങ്ങൾക്കൊന്നും അമ്മമാർക്ക് നേരമില്ലാതെയായി. അവർ വാത്സല്യാതിരേകത്താൽ തളർന്നുപോയി.
അവർക്ക് അരക്ഷണം പോലും കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ വിട്ടുനിർത്താൻ കഴിഞ്ഞതേയില്ല. അവരുടെ ഭാഗ്യവിശേഷത്തെ ഭക്തലോകം ഇന്നും വാഴ്ത്തുന്നു. അല്പനേരത്തേക്കെങ്കിലും ഈ അനന്യഭാവന ഉറച്ചു കിട്ടുവാൻ മഹായോഗീശ്വരന്മാർ പോലും പ്രയാസപ്പെടുന്നു. വ്രജനാരീമണികളും കിട്ടുന്ന സമയം ഒട്ടും കളയാതെ ഉണ്ണികളുടെ മോഹനലീലകളെ കണ്ടാനന്ദിക്കുകയാൽ അന്യസ്മൃതി അശേഷവുമില്ലാതെയായി. അവർക്ക് കൃഷ്ണപ്രേമം പ്രതിനിമിഷം വർദ്ധിച്ച് സീമാതീതമായിട്ട് യോഗികൾക്കും അലഭ്യമായ ദിവ്യാനുഭൂതി ഉണ്ടായി. നന്ദി, നമസ്കാരം.